നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു കാര്യം ചിന്തിക്കുക. ഒരു ദിവസം എത്ര മണിക്കൂർ നിങ്ങൾ ഫോൺ ഉപയോഗിക്കും? 3 മണിക്കൂർ, 5 മണിക്കൂർ, അതോ 8 മണിക്കൂറിൽ കൂടുതൽ? നിങ്ങളുടെ സ്വപ്നങ്ങൾ നടത്താൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ട സമയം എന്ന് പറയുന്നത് എന്താണോ അത് നിങ്ങളുടെ ഫോൺ കവർന്നെടുക്കുന്നുണ്ടാവാം. സോ ഇന്ന് പലരും പരാജയപ്പെടുന്നത് കഴിവില്ലാത്തത് കൊണ്ടല്ല, ശ്രദ്ധ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അതായത് ഓരോ നോട്ടിഫിക്കേഷനും, ഓരോ റീലും, ഓരോ ഷോർട്ട് വീഡിയോസും നിങ്ങളുടെ ശ്രദ്ധയെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തകർക്കുന്നു. ഫോൺ അഡിക്ഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? അത് സമയം കളയുക മാത്രമല്ല, നിങ്ങളുടെ ഫോക്കസ് ഇല്ലാതാക്കുകയും ചെയ്യുന്നു. 10 മിനിറ്റ് പഠിക്കാതിരുന്നാലും ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ മനസ്സ് വഴിതെറ്റും. അങ്ങനെ ദിവസം കഴിഞ്ഞു പോകും. വിദേശ ആളുകളും ഫോൺ ഉപയോഗിക്കുന്നു, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. അവർ ഫോൺ നിയന്ത്രിക്കുന്നു. പലരും ഫോണിൻ്റെ നിയന്ത്രണത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ഫോൺ തുറന്ന് ഒരു മെസ്സേജ് നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 30 മിനിറ്റ് കഴിഞ്ഞാണ് പുറത്തു വരിക. ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ സ്ക്രീൻ ടൈം നോക്കാൻ ധൈര്യമുണ്ടോ? ദിവസവും 6 മണിക്കൂർ ഫോൺ ഉപയോഗിക്കുന്ന ഒരാൾ ഒരു വർഷത്തിൽ ഏകദേശം 90 ദിവസത്തിലധികം സമയം സ്ക്രീനിൽ ചെലവഴിക്കുന്നു. നോക്കുക, ആ സമയം സ്കില്ല് പഠിക്കാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരുപാട് നിങ്ങൾ ഓരോരുത്തരെത്തിയെന്നതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഈ ഫോൺ അഡിക്ഷൻ, അതായത് നമ്മൾ 6 മണിക്കൂർ ഉപയോഗിക്കുന്നവരുണ്ട്, 10 മണിക്കൂർ ഉപയോഗിക്കുന്നവരുണ്ട്, 12 മണിക്കൂർ ഉപയോഗിക്കുന്നവരുണ്ട്, എങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് 3 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഫോൺ മാറ്റി വെക്കുക. അതായത് നമ്മളെ കണ്ണിലേക്ക് പ്രകാശം അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിന്റെ ടൈം കുറച്ച് നീണ്ടു പോകുന്നതാണ്. അതായത് ഉറക്കം വരാനുള്ള ടൈം ഉണ്ടല്ലോ, അത് നീണ്ടുപോകും. നമ്മൾ 1 മണിക്കൂർ മുമ്പേലും ഫോൺ മാറ്റി വെക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. രാവിലെ എഴുന്നേറ്റുടൻ ഫോൺ നോക്കാതിരിക്കുക, അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, രാവിലെ നമ്മൾ എഴുന്നേറ്റ് ആദ്യം നോക്കുന്ന ഫോണായിരിക്കും, അത് നമ്മൾ ഇല്ലാതാക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യമാണ് ദിവസവും കുറഞ്ഞത് 30 മിനിറ്റ് എങ്കിലും നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, 30 മിനിറ്റ് കുറഞ്ഞതാണ്. നിങ്ങൾ ജോലി ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കി വെക്കുക, കഴിയുമെങ്കിൽ നെറ്റും ഓഫ് ആക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫോൺ ഒരു ടൂളാണ്. ആ ടൂളിന് നമ്മുടെ ജീവൻ നിർമ്മിക്കാനും കഴിയും, നമ്മുടെ ജീവൻ നശിപ്പിക്കാനും കഴിയും. തീരുമാനം നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങളുടെ ഫോൺ ഉപയോഗം നിങ്ങൾ എങ്ങനെ വേണം തീരുമാനിക്കുക. ഫോൺ നിങ്ങളാണോ ഉപയോഗിക്കുന്നത് അതോ ഫോൺ നിങ്ങളാണോ ഉപയോഗിക്കുന്നതെന്ന് ചിന്തിക്കണം എന്നുള്ളതും അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള അഡിക്ഷൻ നമ്മൾ ഒഴിവാക്കുക. നമ്മൾ വിചാരിച്ച് നടക്കാത്തായിട്ട് ഒന്നുമില്ല മനസ്സിലാക്കുക. സോ താങ്ക് യു. എല്ലാവരും ഫോൺ അഡിക്ഷനൊക്കെ മാറ്റി വെക്കുക, നല്ല സ്കില്ലുകൾ പഠിക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് പോവാം. താങ്ക് യു.